പോലീസ് അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നുവെന്ന വിവാദങ്ങൾ തുടർച്ചയായി പുറത്തുവരുമ്പോഴും മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. വിവിധ ജില്ലകളിൽ നിന്ന് പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നിട്ടും കർശനമായ നടപടി ഉണ്ടായിട്ടില്ല. കുന്നംകുളത്തെ മർദ്ദനത്തിൽ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന ശുപാർശ ലഭിച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. സയ്യിദ് സൈനുലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സൈഫ്, ഈ മുഖ്യമന്ത്രിയുടെ മൗനം വലിയ തോതിൽ ചർച്ചയാകുന്നു എല്ലായിടത്തും നമ്മൾ കാണുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാണ്. ഇത് ആളുകൾ ആക്രമിക്കപ്പെടുന്ന ഗൗരവ സ്വഭാവമുള്ള സംഗതിയാണ്. മറ്റേതെങ്കിലും വിവാദത്തിന്റെ സ്വഭാവമല്ല ഇതിനുള്ളത്. ഇത് മനുഷ്യർ നേരിട്ട് ആക്രമിക്കപ്പെടുന്ന സംഗതിയാണ്. ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള പരിമിതിയാണോ നമ്മളിപ്പോൾ കാണുന്ന അദ്ദേഹത്തിന്റെ മൗനത്തിലൂടെ? മുഖ്യമന്ത്രി സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ പുറത്ത് പരിപാടിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണം ചോദിച്ചാൽ അദ്ദേഹം നൽകാനുള്ള സാധ്യത കുറവാണ്. അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിക്കണം. പത്രസമ്മേളനം വിളിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാവുകയുള്ളൂ. 2016 മുതൽ ഈ സമയം വരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷേ പോലീസിനെ അദ്ദേഹം ഭരിക്കുന്ന ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട് അതിക്രൂരമായ ചില പോലീസിന്റെ ഇടപെടലുകൾ പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി ഫേസ്ബുക്കിലെങ്കിലും അതിനകത്തൊരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൊതുപരിപാടികളിൽ അദ്ദേഹം ഓണവുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇനി പോലീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടി വരുമ്പോഴോ അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിക്കുമ്പോഴോ മാത്രമേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അല്ലെങ്കിൽ നിയമസഭ 15-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ അതിഭീകരമായിട്ട് ഉയർത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി നൽകേണ്ടത്. അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് തന്നെ ചിലപ്പോൾ അത് പ്രതിപക്ഷം നൽകിയേക്കാം. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് മറുപടി വരേണ്ടത്. ഇതിപ്പോ ഈ രണ്ട് സർക്കാരുകളുടെ കാലത്തെ മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പുറത്തു വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ പോലീസ് മർദ്ദനങ്ങൾ കൂടി CPM എടുത്ത് പുറത്തിടാനുള്ള സാധ്യത തള്ളിക്കളയേണ്ടത്. ഇത് രാഷ്ട്രീയ യുദ്ധമായി മാറുകയാണ്. കാരണം ഒരു സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല, എല്ലാ സർക്കാരിന്റെയും കാലത്ത് പോലീസ് ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് CPM രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമായി കൂടി കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രതിരോധം അങ്ങനെ CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത്ഭുതപ്പെടാനും ഇല്ല. നിഷാദ്, എന്തായാലും ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇനി ഉണ്ടാവണമെങ്കിൽ ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന്